ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. സോ തെർമോഡൈനാമിക്സ് നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് ചില ഓർത്ത് വയ്ക്കേണ്ട ചില പോയിൻറ്റ്സുകൾ പഠിക്കണം. അപ്പോൾ നമ്മൾ അതിലോട്ട് തുടങ്ങാം. ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു റിയാക്ഷൻ എനിക്ക് കണ്ടക്ട് ചെയ്യണം. അതെനിക്കൊരു കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വേണം എനിക്ക് ആ ഒരു റിയാക്ഷൻ കണ്ടക്ട് ചെയ്യാൻ. ഒരു റിയാക്ഷൻ എനിക്ക് കണ്ടക്ട് ചെയ്യണം, അതെനിക്ക് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വേണം എനിക്ക് കണ്ടക്ട് ചെയ്യാൻ. സോ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ വെസലിൽ കണ്ടക്ട് ചെയ്യണം. ഇനി എനിക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് എനിക്ക് റിയാക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്. സോ ഒരു കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ എനിക്ക് റിയാക്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ വെസൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കണം. സോ ഇത് ക്വസ്റ്റ്യനിലൊക്കെ വരുന്ന ഒരു ടേമാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ അല്ലെങ്കിൽ ഓപ്പൺ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ കാര്യം അറിഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ചില പ്രോസസ്സ് പഠിക്കാം. ആദ്യം ഐസോതെർമൽ പ്രോസസ്സ്. സോ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ΔT എന്ന് പറയുന്നത് 0 ആണ്. അതായത് എപ്പോൾ നോക്കിയാലും ഫൈനൽ ടെമ്പറേച്ചറും ഇനിഷ്യൽ ടെമ്പറേച്ചറും എല്ലാം ഈക്വലാണ്. സോ നമ്മൾ ചേഞ്ച് എടുക്കുമ്പോൾ 0 വരും. പിന്നെ ഇത് കൂടാതെ ഐസോതെർമൽ പ്രോസസ്സിൽ ΔH, അതുപോലെ തന്നെ ΔU, ΔT ഇവർ ഇത്രയും ഐസോതെർമൽ പ്രോസസ്സിൽ 0 ആണ്. ഓക്കെ, ഇവർ മുഴുവനും 0 ആണ്. പിന്നെ അതുകൂടാതെ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് -Q ആണ്. സോ ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതൊന്ന് ഐസോബാറിക്. സോ വാട്ട് ഈസ് മീൻ ബൈ ഐസോബാറിക് പ്രോസസ്സ്? അപ്പം കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഐസോബാറിക് പ്രോസസ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ഐസോബാറിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. സോ പ്രഷർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ΔP എന്ന് പറയുന്നത് 0 ആണ്. ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത് 0 ആണ്. ഇനി അടുത്തൊരു പ്രോസസ്സിലോട്ട് പോകാം, ഐസോകോറിക്. സോ ഐസോകോറിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഐസോകോറിക്കിൻ്റെ പ്രത്യേകത വോളിയം എന്ന് പറയുന്നതാണ് അവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വോളിയം ഈസ് കോൺസ്റ്റൻറ്റ് ദെയർ. സോ ദെൻ ചേഞ്ച് ഇൻ വോളിയം വിൽ ബി 0. സോ അവിടെ വോളിയത്തിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സോ നമുക്കറിയാം W ഈസ് ഈക്വൽ ടു P ΔV എന്ന് നമുക്കറിയാം, അറിയില്ലേ? സോ ഇവിടെ ΔB എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് വർക്ക് ഡൺ 0 ആയി പോലെ. സോ വർക്ക് ഡൺ വിൽ ബിക്കം 0. ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ 0 ആണ്. പിന്നെ ഇവിടെ ΔH അതുപോലെ തന്നെ ΔU ഇവർ രണ്ടുപേരും ഈക്വലും ആണ്. ദേ ആർ ഈക്വൽ ടു Q. അവർ ഈക്വലും ആണ്, അവർ Qന് ഈക്വലും ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത പ്രോസസ്സ് അഡയാബാറ്റിക് പ്രോസസ്സ്. സോ അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് അബ്സോർബും ചെയ്യുന്നില്ല, റിലീസും ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് Q എന്ന് പറയുന്നത് 0 ആണ്. ഹീറ്റ് അബ്സോർബും ചെയ്യുന്നില്ല, റിലീസും ചെയ്യുന്നില്ല. സോ അഡയാബാറ്റിക് പ്രോസസ്സിൽ Q 0 ആണ്. പിന്നെ നമുക്കറിയാം ΔS ഈസ് ഈക്വൽ ടു Q/T എന്ന റിലേഷൻ ഉണ്ട്. സോ Q/T എന്ന റിലേഷൻ ഉണ്ട്. അപ്പോൾ Q 0 ആയതുകൊണ്ട് 0/T ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താവും? ΔS എന്ന് പറയുന്നതും 0 ആവും. ഓക്കെ, ഇനി W. സോ W നിങ്ങൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ വെച്ചാൽ മതി. W ഈസ് ഈക്വൽ ടു ΔU എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി സൈക്ലിക് പ്രോസസ്സിലോട്ട് കിടക്കാം. സോ സൈക്ലിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? സൈക്ലിക് പ്രോസസ്സിൽ Wയും അതുപോലെ തന്നെ Q ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ലൈക്ക് ഹീറ്റ് എൻതാൽപ്പി, ഇൻറ്റേർണൽ എനർജി, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ എൻട്രോപ്പി, വോളിയം, പിന്നെ ഗിബ്സ് ഫ്രീ എനർജി, പ്രഷർ, ഇവരെ എല്ലാം എന്ന് പറയുന്നത് എന്താണ്? ഇവരിത്രയും എന്ന് പറയുന്നത് 0യും അവരുടെ ചേഞ്ച് എന്ന് പറയുന്നത് 0യും വർക്കും ചാർജ് എന്ന് പറയുന്നത് 0 അല്ല. അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ΔGനെ പറയുന്ന പേരാണ് G എന്ന് പറയുന്ന പേരാണ് ഫ്രീ എനർജി ചേഞ്ച് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ΔGനെ പറയുന്ന പേരാണ്
ഡെൽറ്റ ജിനെ പറയുന്ന പേരാണ് ഫ്രീ ചേഞ്ച് ഇൻ ഫ്രീ എനർജി, അല്ലെങ്കിൽ വേറെ രീതിയിലും പറയാം. ഓക്കെ, സോ ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. സീറോ ആണെന്ന് വിചാരിച്ചോ, ഡെൽറ്റ ജി സീറോ ആണെന്ന് വിചാരിച്ചോ. വെൻ ഡെൽറ്റ ജി ഈസ് സീറോ, ദ റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ പ്രോസസ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഇതാണ് ഡെൽറ്റ ജിയുടെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഡെൽറ്റ എച്ചിൻ്റെ കാര്യം പറയാം. സോ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോ. സോ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, ആ പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. എന്ന് വെച്ചാൽ സിസ്റ്റം എനർജീനെ റിലീസ് ചെയ്തു. അതാണ് ഡെൽറ്റ എച്ച് നെഗറ്റീവിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് വിചാരിച്ചു. ദാറ്റ് മീൻസ് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഇപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഹീറ്റ് എന്ന് പറയുന്നത് ആ സിസ്റ്റം അബ്സോർവ് ചെയ്തു, അല്ലെങ്കിൽ എനർജി അബ്സോർബ് ബൈ ദ സിസ്റ്റം, ഹീറ്റ് എനർജി അബ്സോർബ് ബൈ ദ സിസ്റ്റം. ഓക്കെ, സോ അതാണ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കുറച്ച് ഗ്രാഫ് പഠിക്കാം. സോ നമുക്ക് ആദ്യം ഒരു പിയും ബിയും വെച്ചിട്ടുള്ള ഗ്രാഫ് പറയാം, പി വി ഗ്രാഫ്. സോ നമുക്ക് ആദ്യം ഗ്രാഫിലോട്ട് കിടക്കാം. സോ ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് ഇരിക്കുകയെന്ന് വിചാരിച്ചോ. ഇതിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് ദിസ് പോർഷൻ, അത് ഐസോബാറിക് പ്രോസസ്സിനെയാണ് ഐസോബാറിക് ഒരു ഗ്രാഫിനെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് വിചാരിച്ചോ, ഗ്രാഫിൽ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇതാണ് ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്, അത് ഐസോബാറിക് ആണ്. ഇനി ഇങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ, അത് കാണിക്കുന്നത് ഐസോ കോറിക്കാണ്, അതായത് വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇങ്ങനെ കാണിച്ചെന്ന് വിചാരിച്ചോ, ഇങ്ങനെ കാണിച്ചാൽ അഡയാബാറ്റിക് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഒറ്റ ഒരു പടത്തിൽ തന്നെ നമുക്ക് മുഴുവൻ പറയാം. ഇതാ ഇങ്ങനെയാണ് ഇരിക്കണതെന്ന് വെച്ചാൽ ഇത് ഐസോബാറിക്, ഇത് ഐസോകോറിക്, ഇത് അഡയാബാറ്റിക്. വേറെ രീതിയിലും പറയാം. ഇതിപ്പം പി വി ഗ്രാഫാണെന്ന് വിചാരിച്ചോ. സോ പി വി ഗ്രാഫ് ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രാഫാണെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രാഫാണെന്ന് വിചാരിച്ചോ. സോ ഇവിടെ ഡെൽറ്റ പി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, പ്രഷർ കോൺസ്റ്റൻറ്റ്, ചേഞ്ച് ഇൻ പ്രഷർ സീറോ ആയിരിക്കും. ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, ദാറ്റ് മീൻസ് ഐസോ തെർമൽ പ്രോസസ്. ഇത് ക്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഇതാണ് അടുത്തൊരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ. ഇനി നമുക്ക് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇനിഷ്യലും ഫൈനൽ സ്റ്റേറ്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പാത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതിനെ പറഞ്ഞാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത്. സോ സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾസ് പറയുമ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ പറയാം. ഓക്കെ, സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾസ് പറയുമ്പോൾ എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, എൻതാൽപ്പി ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ എൻട്രോപ്പി ഉണ്ട്, വോളിയം ഉണ്ട്, പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, വോളിയം ഉണ്ട്, പ്രഷർ ഉണ്ട്, പിന്നെ നമ്പർ ഓഫ് മോൾസ്. ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി പാത്ത് ഫംഗ്ഷൻ ഉണ്ട്. പാത്ത് ഫംഗ്ഷൻ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വർക്ക്, ചാർജ്, ഡൈപോൾ മൊമെൻറ്റ് ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം. ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇത്രയും നിങ്ങൾ പഠിക്കണം. ഇനി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏരിയ ഉണ്ട്, ഫോഴ്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, മാസ് ഉണ്ട്, എൻട്രോപ്പി ഉണ്ട്, പിന്നെ ഇൻറ്റേർണൽ എനർജി ഉണ്ട്, ഗിബ്സ് ഫ്രീ എനർജി ഉണ്ട്, വോളിയം ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്, പിന്നെന്തുണ്ട്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, സബ്ലിമേഷൻ പോയിൻറ്റ്, ഫ്രീസിംഗ് പോയിൻറ്റ്, മൊളാലിറ്റി, നോർമാലിറ്റി, ഫോർമാലിറ്റി ഇതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻസിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് ഇക്വേഷൻസിലോട്ട് കിടക്കാം. സോ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലാ. സോ നിങ്ങളിങ്ങനെ തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലാ എന്ന് പറയുന്നത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആണ്.
വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഡെൽറ്റ എൻ ആർ ടി എന്ന് എഴുതാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ ബൈ സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവുമായിരിക്കും. ഓക്കെ, ഇനി ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂവിക്ക് ഈക്വലാണ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ക്യൂപിക്ക് ഈക്വലാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇനി ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണെന്ന് വിചാരിച്ചോ, ബൈ സിസ്റ്റം ആണെന്ന് വിചാരിച്ചോ. സോ സിസ്റ്റം അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവും, റിലീസ്ഡ് എന്താണ്, ഹീറ്റ് അബ്സോർബ് ആണ് ചെയ്തതെങ്കിൽ എന്താണ്, പോസിറ്റീവും, റിലീസാണ് ചെയ്തതെങ്കിൽ എന്താണ്, നെഗറ്റീവാണ്. ഓക്കെ, ഇനി ഐസോതെർമൽ പ്രോസസ്സ് പറയാം. ഐസോതെർമൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസിൽ W എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസ് W is equal to minus 2.303 nRT log P1 by P2. ഈ P1 by P2ൻ്റെ സ്ഥാനത്ത് നമുക്ക് V2 by V1 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം നമ്മൾ W is equal to minus Q ഐസോതെർമൽ പ്രോസസ്സിനോട് അടിച്ചു. സോ Q will be the minus of W. സോ Q എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ചൈൻ അങ്ങെടുത്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പം അതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ. ഇനി എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു ഇക്വേഷൻ പഠിക്കാം. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു അല്ലെങ്കിൽ പി ഡെൽറ്റ വി. അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ എന്താണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് നമുക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ പഠിക്കാം. സോ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ അതിൻ്റെ നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റും സെയിം ആസ് ദാറ്റ് ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷനില്ല, നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റിനും ഈക്വൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ, സെയിം റിയാക്ഷൻ തന്നെ. അപ്പോൾ അവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇനി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വെച്ചാൽ ഒരു മോൾ സബ്സ്റ്റൻസ് അതിൻ്റെ എലമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ എൻതാൽപ്പി ചേഞ്ച്. ഇനി എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് വെച്ചാൽ ഒരു മോൾ സബ്സ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് ഫോം ചെയ്യണം, അപ്പോൾ എൻതാൽപ്പി ചേഞ്ച്. ഇനി എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ അതെന്താണെന്ന് വെച്ചാൽ ഒരു മോള് അൺഹൈഡ്രസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൺവേർട്ട് ചെയ്ത് ഹൈഡ്രസ് ആകുമ്പോൾ എൻതാൽപ്പി ചേഞ്ച്. ഇനി എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷൻ എന്ന് വെച്ചാൽ ഒരു മോൾ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ആൽക്കീൻ ആവാം അവർ കംപ്ലീറ്റഡ് ആയിട്ട് സാച്ചുറേറ്റ് ആവും, അതായത് ഡബിൾ ബോണ്ടൊക്കെ പൊട്ടിച്ച് ഹൈഡ്രജനൊക്കെ ആഡ് ചെയ്ത് എന്താണ് ആൽക്കെയിൻ ആക്കുമ്പോൾ എൻതാൽപ്പി ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു മോളിൽ സബ്സ്റ്റൻറ്റ് ഒരു പർട്ടിക്കുലർ സോൾവെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ എൻതാൽപ്പി ചേഞ്ച്. ഇത് ഇത്രയാണ് എൻതാൽപ്പീസിനെ പറ്റി പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡെൽറ്റ യുവിനെ പറ്റി പഠിക്കാം. ഒരു ഇക്വേഷൻ പറയാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഒരു അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് എൻ സി വി ഡെൽറ്റ ടി ആണ്. ഇതിൽ സി എന്ന് പറയുന്നത് എന്താണ്, സി വി എന്ന് പറയുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണ്. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനി ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി എന്നറിയപ്പെടുന്നു. ഇനി അടുത്തൊരു ഇക്വേഷൻ നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ പറയാം. ഡെൽറ്റ എസ്. സോ ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ് ആണ്. സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും എൻട്രോപ്പിയുടെ സമ്മാണ് എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ നമുക്കിനി ഐസോബാറിക് പ്രോസസ്സിനെ പറ്റി പറയാം. സോ എന്താണ് ഐസോബാറിക് പ്രോസസ്സ്? ഐസോബാറിക് റിവേഴ്സിബിൾ. സോ അവിടുത്തെ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് 2.303 NCP ലോഗ് V2/V1. സോ V2/V1ൻ്റെ സ്ഥാനത്ത് നമുക്ക് T2/T1 കൊടുക്കാം. ഓക്കെ. ഐസോകോറിക്. സോ വാട്ട് ഈസ് ഐസോകോറിക് പ്രോസസ്സിലുള്ള ഡെൽറ്റ എസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2.303 NCV ലോഗ് T2/T1. ഓക്കെ, ഇതാണ് അവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. ഇനി ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചാൽ നമുക്ക് ഈ ഒരു പാഠം സെറ്റ് പഠിച്ചു തീർന്ന്, ഇക്വേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് പഠിച്ചു തീർന്ന്. 2-3 ഇക്വേഷൻ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് പോകാം. പിന്നെ CP - CV = R എന്ന റിലേഷൻ ഉണ്ട്. ഗാമ = CP/CV എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇതൊക്കെ അറിയാലേ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡെൽറ്റ S = ΔH - T ΔS. These are the important equation that we need to give attention for this chapter. Okay, so എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.